മല്ലു KBFCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. ലൂണിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട ഒരു ഡച്ച് മിഡ്ഫീൽഡറുടെ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മിലോസ് എത്തുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഏകദേശം 2000 ചില്ലാനും ഫോളോവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ താരം ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതിന് ശേഷം നിലവിൽ ഇപ്പോൾ 1 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിലായിട്ടുണ്ട്. ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിലകൊള്ളുകയാണ്. ഇന്നലെ നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയുമായുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചത് കൊണ്ട് തന്നെ 1ാം സ്ഥാനം ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ സേഫാണ്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത മത്സരം സൂപ്പർ കപ്പിലാണ് വരാൻ പോകുന്നത്. ജനുവരി 9 മുതലാണ് സൂപ്പർ കപ്പ് മത്സരങ്ങൾ തുടക്കം കുറിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് നിലവിൽ ഇപ്പോൾ സജീവമല്ല. മാർക്കോ ലെസ്കോവിക്ക് അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റു ചില പ്രധാനപ്പെട്ട വിദേശ താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഇപ്പോൾ നിലവിൽ വിട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന് അടുത്തതായിക്കൊണ്ട് സൂപ്പർ കപ്പിൽ മത്സരം വരുന്നത് ജനുവരി 10-നാണ്. ഐ ലീഗ് ടീമായ ഷില്ലോങ് ലെജോങ്കാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം സിമ്പിളാണ്. ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായിക്കൊണ്ട് അവരുടെ മെയിൻ സ്ക്വാഡിനെ തന്നെയാണ് ഇറക്കാൻ പോകുന്നതെന്നാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച 11 ISL ഒഫീഷ്യലായി കൂടെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ ഒരു 11-ൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളെല്ലാം ഇടം പിടിച്ചിട്ടുണ്ട്. ഡിഫൻസിൽ മിലോസും അതുപോലെ തന്നെ ലെസ്കോവിക്കുമുണ്ട്. മിഡിൽ മുഹമ്മദ് അസ്ഹറുണ്ട്. മുന്നേറ്റ നിരയിൽ ദിമിയും പരിശീലകനായിക്കൊണ്ട് ഇവാൻ ബുക്കാമാനോവിക്കും ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യം തന്നെയെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ ഫാൻ ഗോൾ ഓഫ് ദ വീക്ക് ഇപ്പോൾ ISL ഒഫീഷ്യലായിക്കൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിമിയുടെ ഗോൾ ഇടം പിടിച്ചിട്ടുണ്ട്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ദിമിത്രോസിന് പോയി വോട്ട് ചെയ്തുകൊണ്ട് ദിമിത്രോസിനെ വിജയിപ്പിക്കുക. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ ഒരു റൂമർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഡച്ച് മിഡ്ഫീൽഡറായ മുഹമ്മദ് ഇറ്റാരൻ എന്നു പേരുള്ള ഒരു യുവതാരവുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ റൂമർ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് ലൂണിയുടെ പകരക്കാരനായി എത്താൻ പോസിബിലിറ്റീസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിൽ റൂമറുകൾ പ്രചരിക്കുന്നത്. ഏതായാലും വെറുമൊരു റൂമറായി കണക്കിലെടുത്താൽ മതി. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.